യോഹന്നാൻ 14:27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഈ വാക്യം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതാണ്. കർത്താവ് തൻ്റെ ക്രൂശ് മരണത്തിന് മുൻപുള്ള രാത്രിയിൽ അന്ത്യ അത്താഴവേളയിൽ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പറയുന്ന വാക്യമാണിത്. ഈ വാക്യം എന്ന് പറയുന്നത് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്ക് ശാശ്വതമായ സമാധാനം വാഗ്ദാനം ചെയ്യുന്നു. താൻ ഇനി അവരോടൊപ്പമില്ല എന്ന് കർത്താവിനറിയാമായിരുന്നു. തൻ്റെ വേർപാടും ഭാവിയിൽ തൻ്റെ ശിഷ്യന്മാർ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളും അവരെ അസ്വസ്ഥരാക്കുകയോ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുകയോ അവരെ ഭയപ്പെടുത്തുകയോ ചെയ്യരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിനാണ് അദ്ദേഹം തൻ്റെ സമാധാനം അവർക്ക് കൊടുത്തത്. പരിശുദ്ധാത്മാവ് അവരെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളോടൊപ്പമുണ്ട്. നാം ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ടതില്ല. നമ്മുടെ മനസ്സ് ഒരിക്കലും ആങ്സൈറ്റിയോ ഡിപ്രഷനോ കൊണ്ട് അസ്വസ്ഥമാകേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയും നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ പ്രയാസകരമായ സാഹചര്യങ്ങളെ കീഴടക്കുവാൻ നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമുക്ക് ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.